ഹലോ വെൽക്കം ടു വർണാസ് കിച്ചൺ ഡീൽസ്. ക്യാരറ്റും സേമിയയും ചേർത്തിട്ടുള്ള ഒരു കസ്റ്റാർഡ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇഫ്താറിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് വെന്തോന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ ഇതൊന്ന് ഊറ്റിയിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവർ എടുക്കുന്നതായിരിക്കും ഇതിലേക്ക് കൂടുതൽ നല്ലത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഏകദേശം ഒരു 125 ml ഉണ്ടാവും. പാലിൻ്റെ അളവ് ചെറുതായിട്ട് മാറിയാലൊന്നും ഈ റെസിപ്പിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല. തരികളൊന്നും ഇല്ലാതെ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/4 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിലർ ഇങ്ങനെ ചെയ്യാതെ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കസ്റ്റാർഡ് പൗഡറിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ് ചെയ്യാറ്. ഏത് രീതിയിലായാലും കുഴപ്പമില്ല. കട്ടകളൊന്നും കൂടാതെ ഇത് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. ചൂടാവുന്നതിനനുസരിച്ച് ഇത് തിക്കായിക്കൊണ്ടിരിക്കും. ഇപ്പം നല്ലൊരു ക്രീം പോലെയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കസ്റ്റാർഡ് പൗഡർ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് അവിടെ ഇരുന്ന് തണുത്തോട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞു സേമിയ ചേർത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പോൾ സേമിയ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് 2.5 ടേബിൾ സ്പൂൺ സേമിയ ആണ് ഇട്ട് കൊടുക്കുന്നത്. റോസ്റ്റഡോ അല്ലാത്തതോ ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ മീഡിയം വണ്ണമുള്ള സേമിയ ആണ് ഇതിലേക്ക് നല്ലത്. ഒരുപാട് തിക്നെസ് ഉള്ളത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സേമിയ വെന്ത് കിട്ടും. സേമിയ വെന്ത് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റും കസ്റ്റാർഡ് മിക്സും രണ്ടും നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം പോരെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 കപ്പ് അല്ലെങ്കിൽ 250 ml പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ഈ ക്യാരറ്റിൻ്റെയും കസ്റ്റാർഡിൻ്റെയും പീസൊക്കെ ഇതിൽ കുറച്ചായിട്ട് കിടക്കുന്നുണ്ട്. മധുരം പോരാ, അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിലിട്ട് എത്ര നേരം ബ്ലെൻഡ് ചെയ്താലും കസ്റ്റാർഡ് റെസിപ്പി ആയതുകൊണ്ട് എന്തായാലും ഒന്ന് അരിച്ചെടുക്കേണ്ടി വരും. ചെറിയ ചെറിയ തരികളും ക്യാരറ്റിൻ്റെ ചെറിയ ചെറിയ പീസുകളും ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് അരിച്ചെടുത്തിട്ട് ഒഴിവാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം കൂടുതൽ കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടിരിക്കും. നമ്മുടെ സേമിയ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ കസ്റ്റാർഡ് മിക്സിന് ഇപ്പം ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അവസാനം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മുടെ സേമിയ മിക്സിനും കുറച്ച് മധുരം ഉണ്ടാവും. അത് രണ്ടും കൂടെ ഒന്ന് കൂടിയിട്ട് നോക്കുക, പാകമാണെന്ന് നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുന്തിരി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന കറുത്ത മുന്തിരിയാണ്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മുന്തിരി അണ്ടിപ്പരിപ്പും ഒക്കെ ഇപ്പോൾ അടിയിലേക്ക് താഴ്ന്നു പോകും. കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് പൊങ്ങി വന്നോളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവൂ. ഇത് നന്നായി തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്താൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് അത് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇത് പായസമൊക്കെ കഴിക്കുന്നത് പോലെ ഫുഡിന് ശേഷം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഏകദേശം ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.